എം ടിയോട് ഫോൺ ചെയ്തോ കൊണ്ടോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ച് കാണാൻ എനിക്കൊരു മോഹമുണ്ട്, അത് തരാമോ? അപ്പോൾ എം ടി ആലോചിക്കുകയാണ്, ഇതിപ്പോൾ ഞാനത് കണ്ടിട്ടില്ല, ശരി ഏറ്റാൽ അത് കാണാതെ തന്നെ പ്രസിദ്ധീകരിക്കാം എന്ന് ഏറ്റാൽ അത് ചിലപ്പോൾ മോശമായെങ്കിലും അവിടുത്തെ ഒരു വലിയ സമ്പന്നമായ ആഢ്യ ബ്രാഹ്മണ കുടുംബമുണ്ട്. അവർ കലാപ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു 1850 മുതൽക്ക് തന്നെ പറയാം. ഈ കലാപ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സംരക്ഷകരും അതിൻ്റെ പ്രചാരകരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ കഥകളി പഠിക്കാനായിട്ട് ഈ പട്ടിക്കാന്തിൻ്റെ രാമുണ്ണിമേനോൻ ദൂരത്ത് നിന്ന് 1.5 നാഴിക ദൂരത്ത് നിന്ന് നടന്നു വരും. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ? നമ്പൂതിരി ഗ്രഹത്തിൽ നിന്ന് ഒരു വലിയ ഉരുള ചോറ് അവിടുത്തെ അമ്മ ഈ കുട്ടിക്ക് കൊടുക്കും. ഈ ഉരുള ചോറിന് വേണ്ടിയിട്ടാണ് ഈ രാമനുണ്ണിമേനോൻ ഈ നടന്നു വരുന്നത്. രാവണൻ, കീചകൻ, ദുര്യോധനൻ, ഇങ്ങനെ പ്രതിനായക സ്വഭാവമുള്ള വേഷങ്ങൾ വളരെ ആലഭാരങ്ങളോടും വെഞ്ചാമരും ആലവട്ടം തുടങ്ങിയതോടും ഘനമേളത്തോടും വലിയ പ്രതാപികളായിട്ട് രംഗപ്രവേശം ചെയ്യാം. അപ്പോൾ ഈ രാമൻകുട്ടി നായരുടെ ഈ ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിനായക വേഷത്തിൻ്റെ പ്രവേശന ചടങ്ങിൻ്റെ തന്നെ പേര് കൊടുക്കുന്നതിൽ ഒരു യുക്തിയുണ്ട്. കാരണം അങ്ങനെ ഒരു രാജസ സ്വഭാവിയായ വേഷങ്ങളാണ് ഇദ്ദേഹം അധികവും കെട്ടിയിരുന്നത്. കലാമണ്ഡലം രാമൻകുട്ടി നായർ വളരെ പ്രസിദ്ധനായ ഒരു കഥകളി നടനാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എൻ്റെ കുട്ടിക്കാലം ചിലപ്പോൾ അത് കൗതുകം നിറഞ്ഞാന്ന് തോന്നും, ചിലപ്പോൾ വേദന നിറഞ്ഞാന്ന് തോന്നും. ഒരു കൗതുകമുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അമ്മ കുട്ടിയായിരിക്കുമ്പോൾ മടിയിലെടുത്ത് വെച്ച് ഈ തല ഇങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ ഈ മാടി നോക്കുമ്പോൾ അതിൽ 3 ചുഴികൾ കാണും. ഓ, ഇവൻ മുച്ചുഴിയനാണല്ലോ എന്നാണ് അമ്മ പറയുക, വാത്സല്യത്തോടുകൂടി പറയും, അപ്പോൾ മുച്ചുഴിയനാണ്. അപ്പോൾ മുച്ചുഴിയൻ മുടി ചൂടും എന്നാണ് ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ആ കഥകളി ഒക്കെ ഉണ്ടായി വളർന്ന വെള്ളിനേഴി പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ളൊരു പഴഞ്ചൊല്ലാണ്. ബാക്കി സ്ഥലങ്ങളിൽ അതുണ്ടോ അറിയില്ല. അപ്പോൾ മുച്ചുഴിയൻ മുടി ചൂടും എന്നാണ് ആ പഴമൊഴി. അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു ഗുണപാഠം. അദ്ദേഹം മുച്ചുഴിയനായി ജനിച്ചു, ജീവിതം അതായത് 89 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. എല്ലാ കഥകളിയുടെ രംഗങ്ങളിലും ഉടനീളം ആളുകളുടെ കണ്ണുകളെയും ആളുകളുടെ മനസ്സിനെയും ഒക്കെ നിറച്ചുകൊണ്ട് അദ്ദേഹം അരങ്ങുവാണു. ശരിക്കും മുടി ചൂടാമന്നനായി എന്ന് പോലും പറയാം. അത്ര സമ്പന്നമായിട്ടുള്ള ഒരു കലാകാരനായി അദ്ദേഹം. ഇത്രയും സമ്പന്നമായൊരു ജീവിതം ഒരു കഥകളിക്കാരന് വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം തന്നെ എഴുതാനിടയായി. ആ എഴുതാനിടയായത് എങ്ങനെയാണെന്നും അതിൻ്റെ ആമുഖമായിട്ട് പറയുന്നുണ്ട്. അത് എഴുതിയത് ഞായത്ത് ബാലൻ, NP വിജയകൃഷ്ണൻ, ഇങ്ങനെ 2 പേരാണ്. കാര്യം ഇവർക്കൊന്നും സ്വയം എഴുതി ശീലമില്ല. അവർക്ക് കൈമുദ്രകൾ കാണിക്കുക എന്നുള്ളതല്ലാതെ കൈ കൊണ്ട് എഴുത്തൊന്നും ശീലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എഴുത്ത് ശീലമില്ലാത്തതുകൊണ്ട് വേറൊരാളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ വിജയകൃഷ്ണനും ഞായത്ത് ബാലനും അദ്ദേഹം പറഞ്ഞത് കേട്ട് എഴുതിയിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ അത് പ്രസിദ്ധീകരിക്കാൻ വന്നു എന്നുള്ളതും വേറൊരു കഥയാണ്. അപ്പോൾ ഇത് MT വാസുദേവൻ നായരുടെ കയ്യിലെത്തിച്ചു. അതിൻ്റെ മുമ്പ് MT യോട് ഫോൺ ചെയ്തോ കൊണ്ടോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ച് കാണാൻ എനിക്കൊരു മോഹമുണ്ട്, അത് തരാമോ? അപ്പോൾ MT ആലോചിക്കുകയാണ്, ഇതിപ്പോൾ ഞാനത് കണ്ടിട്ടില്ല, ശരി ഏറ്റാൽ അത് കാണാതെ തന്നെ പ്രസിദ്ധീകരിക്കാം എന്ന് ഏറ്റാൽ അത് ചിലപ്പോൾ മോശമായെങ്കിലും അപ്പോൾ അത് അദ്ദേഹത്തിന് വിഷമാവില്ലേ? അപ്പോൾ അത് എന്താ പറയേണ്ടത് എന്നുള്ള ധർമ്മസങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ആ പുസ്തകം കയ്യെഴുത്ത് പ്രതി വരുത്തി വായിച്ചു. MT വായിച്ചു എന്ന് അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഒരു പുസ്തകമാണെന്ന് മനസ്സിലായി. വളരെ ജീവനുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സ്മരണകൾ ഉറഞ്ഞുകൂടിയിട്ടുള്ള ഒരു ആത്മകഥാ പുസ്തകമാണ്. MT തന്നെ അതിന് അസാധാരണമായ വിധത്തിൽ ഒരു നീണ്ട ആമുഖം എഴുതി. അങ്ങനെ MT ആദരപൂർവ്വം കണ്ടിരുന്ന ഒരു കലാകാരൻ്റെ ജീവിതകഥ അദ്ദേഹം തന്നെ ആമുഖം എഴുതി അവതരിപ്പിച്ചതാണ്
ഈ തിരനോട്ടം എന്നുള്ള പുസ്തകം. അതിൻ്റെ മനോഹരമായ മനോഹരമായ പതിപ്പാണ് ഈ തിരനോട്ടം എന്നുള്ള ഈ പുസ്തകം. രാമൻകുട്ടി നായരുടെ അമ്മ, അവരുടെ പേര് കുഞ്ഞിമാളു അമ്മ എന്നായിരുന്നു. വളരെ ദരിദ്രയായിരുന്നു. അപ്പോൾ അവർക്ക് മോഹം, തൻ്റെ ദാരിദ്ര്യം മകൻ അനുഭവിക്കരുത്, അയാളെ പഠിപ്പിച്ച് ഒരു നല്ല ജോലിയിൽ എന്തെങ്കിലും ആക്കണം എന്നായിരുന്നു സ്വാഭാവികമായിട്ടും ആഗ്രഹം. അപ്പോൾ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ 4-ാം ക്ലാസ് കഴിഞ്ഞു, 5-ാം ക്ലാസ്സിലെത്തി. പാങ്ങുണ്ടായിട്ടല്ല, എങ്ങനെയൊക്കെ ചേർത്തു. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്നും വളരെ കഠിനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി രാമൻകുട്ടി നായർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഹത എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം എന്താ. അപ്പോൾ ഇദ്ദേഹത്തിനത് പറയാൻ അല്ലെങ്കിൽ ആ അർത്ഥം തോന്നിയില്ല, എന്താ ഈ അർഹത എന്നുള്ളത്. അതിന് ഒരു മാഷ് മറ്റേ അവൻ്റെ ഈ ഒരു ചെറിയ കുഞ്ഞി തോർത്തും ഒരു കുപ്പായേ ഉള്ളൂ. അപ്പോൾ ആ തോർത്തും പൊക്കിയിട്ട് ഈ കാലിൽ ഉടനീളം അടിച്ച് നാശാക്കി. അപ്പോൾ ഈവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മ ഇവനെ കുളിപ്പിക്കുമ്പോഴാണ് ഈ കാലിൽ തിണർത്ത് കിടക്കുന്ന അടിയുടെ ചൂരലിൻ്റെ പാടുകൾ കാണും. അമ്മയ്ക്ക് കഠിനമായ വ്യസനമായി. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അർഹതയുടെ അർത്ഥം അറിയില്ലായിരുന്നു, അതിനാണ് മാഷ അടിച്ചത്. പിറ്റേ ദിവസം ആ അമ്മ ഈ കുട്ടിയും കൊണ്ട് സ്കൂളിൽ ചെല്ലുകയാണ്. എന്നിട്ട് ആ മാഷോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ എൻ്റെ മക്കനെ തല്ലാൻ പറ്റില്ല. അപ്പോൾ മാഷ് ആകെ പരിങ്ങി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇദ്ദേഹം പഠനം അവസാനിപ്പിക്കുക, എനിക്ക് ഈ ക്ലേശം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരിക്കുക, പിന്നെ എന്താ ചെയ്യുക, ഇവന് പഠിപ്പുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോഴാണ് അവിടെ വേറൊരു കാര്യം സംഭവിക്കുന്നത്. എത്ര യാദൃച്ഛികം. അപ്പോൾ അവിടെ പട്ടിക്കാന്തൊടി രാവണ്യമേനോൻ എന്ന് പറയുന്ന ഒരു കഥകളി ആചാര്യൻ, അത് കഥകളി പ്രേമികൾക്കൊക്കെ വളരെ പരിചിതനും വളരെ ആദരപൂർവ്വം ആളുകൾ അനുസ്മരിക്കുന്നതുമായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഉളപ്പമണ്ണമന എന്ന് പറഞ്ഞിട്ട് വേറൊരു അവിടുത്തെ ഒരു വലിയ സമ്പന്നമായ ആഢ്യ ബ്രാഹ്മണ കുടുംബമുണ്ട്. അവർ കലാപ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ. ഒരു 1850 മുതൽക്ക് തന്നെ പറയാം, ഈ കലാപ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സംരക്ഷകരും അതിൻ്റെ പ്രചാരകരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കഥകളി അഭ്യസിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതിൽ കഥകളി പഠിക്കാനായിട്ട് ഈ പട്ടിക്കാന്തൊടി രാവണ്യമേനോൻ ദൂരെ നിന്ന് 1.5 നാഴിക ദൂരത്ത് നിന്ന് നടന്നു വരും. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ, നമ്പൂതിരി ഗൃഹത്തിൽ നിന്ന് ഒരു വലിയ ഉരുള ചോറ് അവിടുത്തെ അമ്മ ഈ കുട്ടിക്ക് കൊടുക്കും. ഈ ഉരുള ചോറിന് വേണ്ടിയിട്ടാണ് ഈ രാമനുണ്ണിമേനോൻ ഈ നടന്നു വരുന്നത്. 1.5 നാഴിക നടന്ന് വന്ന് ഈ ഉരുളച്ചോറുണ്ട് അങ്ങനെ തിരിച്ചു പോകും. അങ്ങനെയാണ് അയാൾ കഥകളിയിൽ ആകൃഷ്ടനായിട്ട് ഈ കല്ലുവഴി ചിട്ടയുടെ സ്ഥാപകനായിട്ടുള്ള ഇട്ടിരാശമേനോൻ്റെ കീഴിലവിടെ കഥകളി അഭ്യസിക്കുന്നതും ഒരുപാട് ശിഷ്യന്മാരുണ്ടാക്കുന്നതുമൊക്കെ. അപ്പോൾ അദ്ദേഹം അവിടെ അന്നുണ്ട്. അപ്പോൾ ഈ മറ്റേ ഒരു ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി ഈ രാമൻകുട്ടി നായരുടെ അമ്മ അവിടെ എത്തി പറഞ്ഞു, ആശാനെ എൻ്റെ കുട്ടിയും കഥകളി ചേർക്കണം എന്ന്. അപ്പോൾ ഇവർ ഈ കഥകളിക്കാരനൊക്കെ കുട്ടികളെയൊക്കെ അളന്ന് നോക്കും, എൻ്റെ തര എന്താ, അവൻ്റെ മട്ടെന്താന്നൊക്കെ. അപ്പോൾ ഈ പട്ടിക്കാന്തൊടി ആശാൻ ഈ പയ്യനെ ഇങ്ങനെ ഒഴുങ്ങി നോക്കിയിട്ട് പറയാണ്, ചെക്കൻ്റെ സ്ഥായി ഭാവം പുച്ഛല്ലേ എന്ന്. അപ്പോൾ ഈ പുരികം ലേശം ചുളിച്ചിട്ടാണ് അദ്ദേഹം നോക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, പുച്ഛാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ കഥകളി പഠിപ്പിക്കാനായിട്ട് ഈ കുട്ടിയെ ചേർത്തു. 2 ആളേ ഉള്ളൂ പഠിക്കാൻ, 2 ആളേ ഉള്ളൂ. പക്ഷേ എത്ര ആളായാലും 2 ആളായാലും ഒരാളായാലും അവിടെ കഥകളി പഠിപ്പിക്കും. അതിനുള്ള സർവ്വ ചെലവുകളും അവിടുന്ന് തന്നെ കിട്ടും. അതൊക്കെയാണ് ഒരു പ്രഭു കുടുംബം ചെയ്തേരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അത് അവർ ചെയ്യേണ്ട ബാധ്യതയില്ല, പക്ഷെ അത് അവിടുന്ന് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കഥകളി എന്നുള്ള ഏർപ്പാട് കല്ലുവഴിച്ചിട്ട എന്നുള്ള വളരെ പരമ്പരാഗതമായ ഒരു കളരി സമ്പ്രദായമൊക്കെ പുഷ്ടിപ്പെട്ടത് ആ ഒരു കുടുംബത്തിൻ്റെ ഈ തരത്തിലുള്ള ഒരു ദാനശീലവും ഒരു കലാസബരിയൊക്കെ കൊണ്ടാണ് താനും. അപ്പോൾ അവിടുന്ന് എല്ലാ ചിലവും എന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ ചടങ്ങുകളുണ്ട്. അതായത് ഈ മുക്കൂട്ട് തൈലം എന്ന് പറഞ്ഞിട്ട് എണ്ണ ആസകലം പുരട്ടിയിട്ട് ശരീരത്തിനെ കാലുകൊണ്ട് ചവിട്ടി വഴക്കിയെടുക്കും.
എന്നാൽ ഈ ശരീരത്തും കൊണ്ടുള്ള അത്യന്തം അസ്വാഭാവികമായ ചലനങ്ങളാണ് ഈ കഥകളിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ചുഴിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്ത ഒരുപാട് ചലനങ്ങളാണ് കഥകളിയിൽ. അതിനൊക്കെ വേണ്ടി ശരീരത്തിനെ സജ്ജമാക്കാനാണ് ഈ ഉഴിച്ചിൽ. അപ്പോൾ അങ്ങനെ ഉഴുങ്ങി ഈ ശരീരം കഥകളിക്കായി ഉഴുങ്ങി വെച്ച ശരീരമായി. ഈ ഉഴുങ്ങി വയ്ക്കുക എന്നുള്ളത് ഈ കഥകളുടെ ഈ പരിപാടിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടി വന്നതാണ്. ശരീരം മറ്റൊന്നിനും പറ്റാത്ത വിധം, മറ്റൊന്നിനും ആവശ്യമില്ലാത്ത വിധം, മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം, ഈ കഥകളി എന്നുള്ള ഏർപ്പാടിന് മാത്രമായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഏക വിഷയത്തിന് മാത്രമായിട്ടുള്ള ഉഴുങ്ങി വെച്ച ഒരു സാധനമാക്കി മാറ്റുക. അപ്പോൾ നോക്കൂ, എന്തൊരു ബലിയാണത്. ഒരു ബലിയുണ്ട് ഓരോ കഥകളി നടനിലും. ഈ സർക്കസുകാരെ പോലെ തന്നെയാണ് ഒരു ബലിയുണ്ട്. സർക്കസുകാർക്കും ഇതേപോലെ തന്നെ അവരെ ശരിയാക്കി ഏറ്റവും അസ്വാഭാവികമായ ജിംനാസ്റ്റിക് ചലനങ്ങൾക്ക് വേണ്ടി അവരെ തയ്യാറാക്കുകയാണ്. അങ്ങനൊരു അഭ്യാസകാലം കഥകളിക്ക് എല്ലാ കൊല്ലവും ഈ മഴക്കാലത്തെ അഭ്യാസവും, മഴ മാറിക്കഴിഞ്ഞാൽ പ്രകടനം, കലാപ്രകടനം, ഇതാണ് കഥകളിയുടെ കരിക്കുലം. അപ്പോൾ അങ്ങനത്തെ ഒരു അഭ്യാസത്തിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അരങ്ങേറി. അവിടെ അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ ഒരു ആചാര്യന് ദക്ഷിണ വയ്ക്കാൻ കാശില്ല. അപ്പോൾ അത് ഉളപ്പമണ്ണ ഇത് തന്നെ കൊടുത്തു. എല്ലാം അവർ തന്നെ, ചിലവ് മുഴുവൻ അവർ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ കുട്ടി വേഷമൊക്കെ കെട്ടി. പക്ഷേ പിന്നെന്ത് ചെയ്യും? അന്ന് അവിടുത്തെ കളരി പൂട്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ 2 കുട്ടികളും ചാടിപ്പോയി. ഈ രാമൻകുട്ടി നായരല്ല, ബാക്കി 2 കുട്ടികളും ചാടിപ്പോയി. ഇനി ഒന്നുമില്ല. അപ്പോഴാണ് മഹാകവി വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ചെറുതുരുത്തിയിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അവിടെ കുറച്ച് കുട്ടികളെ എടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ പട്ടിക്കാന്തോടി ആശാനെ അവിടെ ആശാനായിട്ട് നിയമിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കീഴിൽ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്, അവർ അരങ്ങേറ്റം കഴിഞ്ഞവരാണ്, അവരെയും ഇവിടെ ചേർക്കാം. വള്ളത്തോൾ സമ്മതിച്ചു. അങ്ങനെ രാമൻകുട്ടി നായർ കലാമണ്ഡലത്തിൽ ചേർന്ന് പഠിക്കാൻ. അങ്ങനെയാണ് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന നടൻ ജനിക്കുന്നത്. ഈ തിരനോട്ടം എന്നുള്ള വാക്ക് കഥകളിയിലൊരു പ്രത്യേക ചടങ്ങാണ്. ഈ അതിലെ പ്രതിനായകന്മാരായിട്ടുള്ള വേഷങ്ങൾ, കത്തി വേഷം, താടി വേഷം, ഹനുമാനെ പോലുള്ള വെള്ളത്താടി വേഷം, കരിവേഷം, ഇങ്ങനെയുള്ള രാജസ സ്വഭാവമുള്ള വേഷങ്ങൾ രംഗപ്രവേശം ചെയ്യുന്ന ആ ചടങ്ങിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ രാമൻകുട്ടി നായരുടെ ആത്മകഥയ്ക്ക് അങ്ങനൊരു രാജസ വേഷത്തിൻ്റെ രംഗപ്രവേശനത്തിന് ചടങ്ങിൻ്റെ പേരിട്ടത് എത്രയും ഉചിതമായി. കാരണം രാജസ വേഷങ്ങളാണ് അദ്ദേഹം എപ്പോഴും കെട്ടിയിട്ടുള്ളത്. ഈ തിരനോട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ഈ തിരനോട്ടം എന്നുള്ളത് കഥകളിയിലെ ഒരു ചടങ്ങാണ്. അത് ഒരു വേഷത്തിൻ്റെ രംഗപ്രവേശന ചടങ്ങാണ്. അത് ഏതൊക്കെ വേഷങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണൻ, കീചകൻ, ദുര്യോധനൻ, ഇങ്ങനെ പ്രതിനായക സ്വഭാവമുള്ള വേഷങ്ങൾ വളരെ ആലഭാരങ്ങളോടും വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയതോടും ഘനമേളത്തോടും വലിയ പ്രതാപികളായിട്ട് രംഗപ്രവേശം ചെയ്യാം. അപ്പോൾ ഈ രാമൻകുട്ടി നായരുടെ ഈ ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിനായക വേഷത്തിൻ്റെ പ്രവേശന ചടങ്ങിൻ്റെ തന്നെ പേര് കൊടുക്കുന്നതിൽ ഒരു യുക്തിയുണ്ട്. കാരണം അങ്ങനെ ഒരു രാജസ സ്വഭാവിയായ വേഷങ്ങളാണ് ഇദ്ദേഹം അധികവും കെട്ടിയിരുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനമായ വേഷം അദ്ദേഹത്തിൻ്റെത് രാവണനാണ്. ഈ രാമനാട്ടം എന്നാണ് കഥകളിയുടെ ആദ്യത്തെ പേര്. എന്ന് വെച്ചാൽ രാമൻ്റെ കഥയാണ്. പക്ഷേ ഈ കഥകളിൽ രാമനേക്കാളൊക്കെ എത്രയോ പ്രാധാന്യമുള്ളത് ഈ രാവണന്മാർക്കാണ്. രാവണൻ എന്ന് പറയുന്ന കഥകളിൽ വളരെ അഭ്യാസബലവും ഒക്കെ സാധിച്ച ആളുകൾക്ക് മാത്രം കെട്ടാനും അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു ദുഷ്കര വേഷം. അപ്പോൾ ആ രാവണൻ്റെ വേഷം, അത് രാവണൻ്റെ ആത്മകഥയാണ് രാവണോത്ഭവം. ആ രാവണോത്ഭവമാണ് ഈ രാമൻകുട്ടി നായരുടെ ഏറ്റവും പ്രസിദ്ധമായ വേഷം. അദ്ദേഹം പറയും, ഞാൻ ആശാൻ്റെ കീഴിൽ 101 തവണ ഈ രാവണവേഷം, ഉത്ഭവത്തിലെ രാവണവേഷം ചെല്ലിയാടിയിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു പരിശീലനം കൊണ്ട് വളരെ പെർഫെക്റ്റാക്കി എടുത്തിട്ടുള്ള ഒരു നർത്തന ചലന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ആ രാവണൻ്റെ കഥയോ, ആ രാവണന് ഈ പരിമിതികളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ചവിട്ടിത്താഴ്ത്തി പാതാളത്തിൽ കിടക്കുകയായിരുന്നു.
ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് അയാൾ ഓരോ തലയും വെട്ടി വെട്ടി അറുത്ത് ഹോമിച്ച് 10ാമത്തെ ശിരസ്സും വെട്ടാനായിട്ട് ആയുമ്പോൾ ബ്രഹ്മാവിന് വന്ന് തടുക്കുകയാണ്. എന്നിട്ടും യാചിക്കുന്നില്ല, കയ്യിൽ വെക്കാൻ പറയാം, വരം എൻ്റെ കയ്യിലെത്താ എന്ന അഹങ്കാരത്തോടെയാണ് വരം വാങ്ങുന്നത്. അങ്ങനെ ഒരു ബലം, അഹങ്കാരം, അഹംഭാവം, അതാണ് ഈ ഉടനീളം ആ വേഷത്തിൻ്റെ സ്ഥായീഭാവം. ഇത് രാമൻകുട്ടി നായരുടെ ആത്മകഥയ്ക്ക് ചേരുന്ന, ജീവിതത്തിന് കൂടി ചേരുന്ന ഒരു പേരാണെന്ന്. ഈ മഹാകവി അക്കിത്തം, മഹാകവി വള്ളത്തോളിനെ പറ്റിയിട്ട് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പാതിയുണ്ട്. നിത്യപ്രോജ്വലമം സ്യമന്തക മഹാരത്നം കണക്കെ ഭവാൻ അത്യന്ത പ്രിയമാർന്ന് പട്ടടവരെ കാത്തോരഹങ്കാരവും. ആ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെയും താൻ കാത്ത അഹങ്കാരത്തിൻ്റെ ശക്തി കൊണ്ടാണ് നേരിൽ നിലനിന്നതും നിലനിൽപ്പ് തന്നെ സാധ്യമായതും. അങ്ങനെ അപ്പോൾ ആമുഖത്തിൽ MT വാസുദേവൻ പറയുന്നുണ്ട്, ഞാൻ എന്ന ഭാവം ഇല്ലാതെ കലാകാരനില്ല. അത് ഏത് ദുർബല കലാകാരന് പോലും ഉണ്ടാവും ആ അഭിമാനം. കലാമണ്ഡലം രാമൻകുട്ടി നായർ ദുർബലനല്ല, അദ്ദേഹം ബലവാനാണ്, അദ്ദേഹം ബലിഷ്ഠനാണ്, അദ്ദേഹം അഹങ്കാരിയുമാണ് എൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ. ആ ഒരു ഭാവം കൂടി ഇത് പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. അത് വളരെ ആരോഗ്യകരമാണ് എന്നുകൂടി ഈ പുസ്തകത്തെപ്പറ്റി പറയാം.